ഹായ് വെൽക്കം ടു മാറ്റ്കം. മാറ്റ്കമിൻ്റെ പുതിയൊരു ലെക്ചർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സീരീസ് SLC മാത്തമാറ്റിക്സ് കേരള സ്റ്റേറ്റ് സിലബസിലെ ചാപ്റ്റർ നമ്പർ 3 മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. അത്യാവശ്യം ചാപ്റ്റർ ഈസിയാണ്. ഒന്ന് മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞാൽ ആർക്കും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാവുന്ന ചാപ്റ്ററാണ്. സോ ദ ചാപ്റ്റർ ഈസ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. മാത്തമാറ്റിക്സ് ഓഫ് ചാൻസിന് നമുക്ക് മറ്റൊരു പേര് വിളിക്കാം പ്രോബബിലിറ്റി എന്ന് പറയുന്ന വാക്കായിരിക്കും കൂടുതൽ കറക്റ്റ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ. സോ ബേസിക്കലി ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കാര്യം സംഭവിക്കുന്നു, ഒരു കാര്യം നടക്കുമ്പോൾ നമുക്ക് ഫേവറബിൾ ആയിട്ട് എന്തൊക്കെയുണ്ട്, മൊത്തം എത്ര കാര്യങ്ങൾ സംഭവിക്കാം, അതിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത് മൊത്തം നടക്കുന്നതിന്റെ എത്ര ഫ്രാക്ഷൻ ആണ്, അതാണ് ബേസിക്കലി പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഒരു കോയിൻ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ആ കോയിനെ ഒന്ന് ടോസ് ചെയ്താൽ നമുക്കൊന്നെങ്കിൽ ഹെഡ് വീഴാം അല്ലെങ്കിൽ ടെയില് വീഴാം. അപ്പൊ നമുക്ക് വേണ്ടത് ഹെഡ് ആണ് എങ്കിൽ ഹെഡ് വീഴാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 1 ആണ് എങ്കിൽ ടോട്ടൽ എത്ര പോസിബിലിറ്റി ഉണ്ട്? 2. അങ്ങനെയാണെങ്കിൽ ഹെഡ് വീഴാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. അതായത് എത്ര ഔട്ട്കം ഉണ്ടോ അതിൽ എത്ര ഔട്ട്കം നമുക്ക് ഫേവറബിൾ ആണ്, മൊത്തമുള്ള ഔട്ട്കമ്മിന്റെ എത്ര പാർട്ട് അല്ലെങ്കിൽ എത്ര ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫേവറബിൾ ആണോ അതിനെയാണ് നമ്മൾ പ്രോബിലിറ്റി അല്ലെങ്കിൽ ചാൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോൾ ഒരു ഡൈസ് എടുക്കുവാണെന്ന് വിചാരിക്കാം. ഡൈസ് എന്ന് പറയുമ്പോൾ അതിന് 6 സൈഡുകളുണ്ട്. 6 സൈഡിൽ ഓരോ നമ്പർ 1, 2, 3, 4, 5, 6. നമ്മൾ ഈ ഡൈസിനെ ത്രോൺ ചെയ്യുവാണെങ്കിൽ 1 വീഴാം, 2 വീഴാം, 3 വീഴാം, 4 വീഴാം, 5 വീഴാം, 6 വീഴാം, ഏത് വേണമെങ്കിലും വീഴാം. അപ്പൊ ചാൻസ് ഓഫ് ഗെറ്റിംഗ് 1 എന്ന് പറയുന്നത് 1 വീഴാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് 1/6 ആയിരിക്കും. കാരണം എന്താണ്, ഈ 6 നമ്പറിനകത്ത് ഏത് വേണമെങ്കിലും വീഴാം. ടോട്ടൽ പോസിബിലിറ്റി 6. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് 1 ഒബ്റ്റെയിൻ ചെയ്യാം. 1 ഒബ്റ്റെയിൻ ചെയ്യുന്ന പോസിബിലിറ്റി എന്ന് പറയുന്നത് 6ൽ 1 മാത്രമാണ്. ഇത് നേരെ തിരിച്ച് നമ്മളിപ്പോൾ ഡൈസ് ഇടുന്നു. അപ്പൊ നമ്മൾ എഴുതുവാണ് പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റെയിനിങ് an ഈവൻ നമ്പർ. ഒരു ഈവൻ നമ്പർ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി എന്തായിരിക്കും? ഇപ്പൊ നമ്മൾ നോക്കിയേ 1, 2, 3, 4, 5, 6 എടുത്താൽ അതിനകത്ത് ഈവൻ നമ്പർ 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. സോ നമുക്ക് ഫേവറബിൾ ആയിട്ട് 3 ഇവന്റ് ഉണ്ട്. മൊത്തം എത്ര ഇവന്റ് ഉണ്ട്? 6 ഇവന്റ് ഉണ്ട്. സോ അപ്പൊ ഇത് എന്ത് വരും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 3/6. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ആൻ ഔട്ട്കം എന്ന് പറയുന്നതിനെ നമ്മളിപ്പോൾ ഒരു ഡെഫിനിഷൻ കൊടുക്കുവാണെങ്കിൽ, പ്രോബബിലിറ്റി ഓഫ് ആൻ ഇവന്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡെഫിനിഷൻ കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം? Probability of occurring a particular outcome അല്ലെങ്കിൽ favorable outcome is equal to number of favorable outcome divided by number of possible outcome. എത്ര ഔട്ട്കം പോസിബിൾ ആണ് അതിനകത്ത് നമുക്ക് ഫേവറബിൾ ആയിട്ട് എത്ര ഔട്ട്കം ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഡൈസ് ത്രോ ചെയ്യുമ്പോൾ നമ്മൾ എഴുതുവാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ, ബ്രാക്കറ്റിൽ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ, നമുക്കൊരു ഈവൻ നമ്പർ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി എന്തായിരിക്കും? അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഒരു ഡൈസ് ത്രോ ചെയ്യുമ്പോൾ 1 വീഴാം, 2 വീഴാം, 3 വീഴാം, 4 വീഴാം, 5 വീഴാം, 6 വീഴാം. 2, 4, 6 വീഴാം, നമുക്കത് ഈവൻ നമ്പർ ആണെന്ന് പറയാം. അപ്പൊ ഫേവറബിൾ ഔട്ട്കം എത്രയുണ്ട്? 3 എണ്ണം ഉണ്ട്. പോസിബിളി എത്ര ഔട്ട്കം ഉണ്ട്? മൊത്തം 6 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും വീഴാം. 3/6. അപ്പൊ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 1/2 ആയിരിക്കും. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ നേരെ മറിച്ച് വേറൊരു പോസിബിലിറ്റി, നമുക്ക് 2 ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ബോക്സിനകത്ത് 6 റെഡ് ബോള്, 3 ഗ്രീൻ ബോള് ഉണ്ട്. മറ്റൊരു ബോക്സിനകത്ത് 8 റെഡ് ബോള്, 4 ബ്ലാക്ക് ബോള്, 2 ഗ്രീൻ ബോൾ ഉണ്ട്. വേറൊരു ബോക്സിനകത്ത് 5 റെഡ് ബോള്, 3 ബ്ലാക്ക് ബോൾ ഉണ്ട്. അപ്പം ഈ ഓരോന്നിനകത്തും നമ്മൾ ഓരോ ബോൾ എടുക്കുവാണെന്ന് വിചാരിക്കും. വിചാരിച്ചാൽ ഒന്നാമത്തെ ബോക്സിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി നോക്കിയാൽ, ഒന്നാമത്തെ ബോക്സിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള പോസിബിലിറ്റി നോക്കിയാൽ
മൊത്തം എത്ര ബോൾ ഉണ്ട്? 9 ബോൾ ഉണ്ട്. അപ്പോൾ 9 ബോളിനകത്ത് എത്ര ബോളാണ് റെഡ് ഉള്ളത്? നമുക്ക് ഫേവറബിൾ ആയിട്ട് 6 ഔട്ട്കം ഉണ്ട്. മൊത്തം എത്ര ഔട്ട്കം ഉണ്ട്? 9 ഔട്ട്കം ഉണ്ട്. സോ 6/9. 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ യു വിൽ ഗെറ്റ് 2/3. രണ്ടാമത്തെ ബോക്സ് നോക്കി. രണ്ടാമത്തെ ബോക്സിനകത്ത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ നോക്കിയാൽ 8 റെഡ് ബോൾ ഉണ്ട്. സോ ഫേവറബിൾ ഔട്ട്കം 8 എണ്ണമാണ്. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 8 4 12, 2 14, 8/14 ആണ്. സിംപ്ലിഫൈ ചെയ്താൽ 4/7 എന്ന് കിട്ടും. തേർഡ്, പ്രോബിലിറ്റി ഓഫ് ഒബ്റ്റൈനിങ് എ റെഡ് ബോൾ ഇൻ ദ കേസ് ഓഫ് ദ തേർഡ് വൺ. തേർഡ് വണ്ണിൽ ഏതാണ്? തേർഡ് വണ്ണിൽ നമ്മൾ നോക്കിയാൽ ഫേവറബിൾ ഔട്ട്കം എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണം ഉണ്ട്. മൊത്തം എത്ര ഔട്ട്കം ഉണ്ട്? 5 3 8 ഉണ്ട്. സോ 5/8 ആയിരിക്കും പോസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്നിനകത്തും നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഇവന്റ് കിട്ടാനുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഇങ്ങനെയാണ് നമുക്ക് പ്രോബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് പറ്റുക. ഫൈൻ. നമുക്ക് വേറൊരു ഉദാഹരണം കൂടി എടുക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ബോക്സിനകത്ത് 7 റെഡ് ബോൾ ഉണ്ട്, 6 ഗ്രീൻ ബോൾ ഉണ്ട്, 4 വൈറ്റ് ബോൾ ഉണ്ടെന്ന് വിചാരിക്കാം. സോ വി ആർ ടേക്കിംഗ് ചൂസിങ് വൺ പർട്ടിക്കുലർ ബോൾ. നമ്മളൊരു ബോൾ എടുക്കുന്നു. 1 ബോൾ ചൂസൺ ഇൻ റാൻഡം. നമ്മൾ റാൻഡമായിട്ട് ഒരു ബോൾ എടുക്കുന്നു. റാൻഡമായിട്ട് ഒരു ബോൾ എടുക്കുമ്പോൾ വാട്ട് മൈറ്റ് ബി ദ പ്രോബബിലിറ്റി ഓഫ് getting green ball. ഗ്രീൻ ബോൾ കിട്ടാനുള്ള പോസിബിലിറ്റി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ഗ്രീൻ ബോൾ എന്ന് പറയുന്നത് ടോട്ടൽ എത്ര ഗ്രീൻ ഫേവറബിൾ ഔട്ട്കം ഉണ്ട്? 6 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം 7 + 6 13 + 4 that is equal to 6/17. That will be equal to 6/17. ഇങ്ങനെയാണ് നമുക്കൊരു ഇവന്റിന്റെ പ്രോബബിലിറ്റി അല്ലെങ്കിൽ പോസിബിലിറ്റി ഓഫ് ഫേവറബിൾ ഔട്ട്കം എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. നമുക്കൊരു ക്വസ്റ്റ്യൻ എഴുതാം. സോ ദ ക്വസ്റ്റ്യൻ ഈസ്, one is asked to say a 2-digit number. One is asked to say a 2-digit number. What is the probability of it being perfect square? What is the probability of being a perfect square? Probability of being a perfect square. ഒരു 2-digit നമ്പർ, ഒരാളോട് ഒരു 2-digit നമ്പർ പറയാൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ പറയുന്ന 2-digit നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവാനായിട്ടുള്ള പ്രോബബിലിറ്റി എന്താണ്? നമുക്കറിയാം 2-digit നമ്പർ എന്ന് പറയുമ്പോൾ ലോവസ്റ്റ് 2-digit നമ്പർ 10 ആണ്. ഏറ്റവും ലാർജസ്റ്റ് 2-digit നമ്പർ എന്ന് പറയുന്നത് 99 ആണ്. അപ്പൊ ഇതിനിടയിലുള്ള നമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് 10 and 99 എത്ര പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടെന്ന് നോക്കുക. അത് ഡിവൈഡ് ബൈ ടോട്ടൽ പോസിബിൾ ഔട്ട്കം ആയിരിക്കും പ്രോബിലിറ്റി ഓഫ് ഒബ്റ്റൈനിങ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്നറിയും. സോ 10 കഴിഞ്ഞുള്ള ആദ്യത്തെ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. കാരണം 4ന്റെ സ്ക്വയർ. പിന്നെയുള്ളത് ഏതാണ്? 25 5ന്റെ സ്ക്വയർ, ദെൻ 36 6ന്റെ സ്ക്വയർ, ദെൻ 49 7ന്റെ സ്ക്വയർ, ദെൻ വി ഹാവ് 64 8ന്റെ സ്ക്വയർ, 81 9ന്റെ സ്ക്വയർ, 4 5 6 7 8 9. ഇപ്പൊ എത്ര പെർഫെക്റ്റ് സ്ക്വയറുകളുണ്ട്? മൊത്തം നമുക്ക് 6 പെർഫെക്റ്റ് സ്ക്വയറുകളുണ്ട്. മൊത്തം പോസിബിൾ ഔട്ട്കം എത്രയാണ്? 99നും 10നും ഇടയിൽ, അല്ലെ 10നും കൂടെ കൂടി മൊത്തം എത്ര 2-digit നമ്പർ ഉണ്ട്? അതെങ്ങനെ കണ്ടുപിടിക്കാം? ബേസിക്കലി ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് വരുന്നത്. കാരണം എന്താ? 10 11 12 till 99. കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് അസ്യൂം ചെയ്താൽ ഓരോ ടേമിന്റെ കോമൺ ഡിഫറൻസ് 1 ആണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തുവാണ്? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 10 ആണ്. ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് 99 ആണ്. അങ്ങനെയാണ് നമ്മൾ നമ്പർ ഓഫ് ടൈം എത്രയാണെന്ന് നോക്കിയാൽ മതി. നമ്പർ ഓഫ് ടൈം ഈസ് ഈക്വൽ ടു xn മൈനസ് x1 ഡിവൈഡഡ് ബൈ d പ്ലസ് 1. ലാസ്റ്റ് ടൈം എത്രയാണ്? 99 മൈനസ് ഫസ്റ്റ് ടൈം എത്രയാണ്? 10. എത്ര ടൈംസ് ഉണ്ട്? കോമൺ ഡിഫറൻസ് എത്രയാണ്? 1 ആണ്, പ്ലസ് 1. സോ ദിസ് ഈസ് ഈക്വൽ ടു 99 മൈനസ് 1 മൈനസ് 10 ഡിവൈഡ് ബൈ 1 എന്ന് പറയുമ്പോൾ 89 divided by 1 plus 1. So 89 divided by 1 plus 1, that is equal to 90. So number of times എന്ന് പറയുന്നത് 90 കിട്ടും. നമ്മൾ ഇതിനെ 3 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ എന്ത് കിട്ടും? You will be getting 2 divided by 30.
2/30 ആയിരിക്കും ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത്. ഇതെന്താണ് ഈക്വേഷൻ? ഈക്വേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ഫൈൻഡ് ഔട്ട് നമ്പർ ഓഫ് ടേംസ് ഇൻ ആൻ AP. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ നമ്പർ ഓഫ് ടേംസ് കിട്ടാനുള്ള പോസിബിലിറ്റി. ഇത് എന്തുകൊണ്ടാണ് അരിത്തമെറ്റിക് സീക്വൻസ് ആവുന്നത്? ഒരു ടൈമിൽ നിന്ന് മറ്റൊരു ടൈമിലേക്ക് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള നമ്പർ ആഡ് ചെയ്ത് പോകുമ്പോഴാണ് ആ സീക്വൻസ് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആവുന്നത്. So the next question, the numbers from 1 to 50 written on slips of a paper. Slips of a paper and put in a box. A slip is to be drawn from it. A slip is to be drawn from it. But before doing so, one must make a guess about the number. One must make a guess about the number. One must make a guess about the number. Either prime number or a multiple of 5. Either prime number or multiple of 5. Prime number or multiple of 5. Which is the better guess? Why? Which is the better guess or better guess why? പറഞ്ഞിരിക്കുന്നത് നമ്മൾ 50 പേപ്പർ സ്ലിപ്പ് എടുക്കുന്നു. 50 പേപ്പർ സ്ലിപ്പിൽ 1 മുതൽ 50 വരെ എഴുതുന്നു. അതിൽ നിന്നൊരു പേപ്പർ ഡ്രോൺ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആ പേപ്പർ ഡ്രോൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആ നമ്പർ ഏതാണെന്ന് ഗസ് ചെയ്യുന്നു. ഒന്നെന്ന് പറയുന്നത് ഒന്നെങ്കിൽ അത് പ്രൈം നമ്പർ ആവാണെന്നുള്ള ഒരു ഗസ്, അത് കിട്ടാൻ പോകുന്ന നമ്പർ ഒരു പ്രൈം നമ്പർ ആവാം എന്നൊരു ഗസ്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഒരു മൾട്ടിപ്പിൾ ഓഫ് 5 ആവാന്നുള്ള ഗസ്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഏതാണ് ബെറ്റർ ഗസ്? നത്തിങ് ബട്ട് ഇതിൽ ഏതാണ് ഒക്കർ ചെയ്യാൻ പ്രോബബിലിറ്റി കൂടുതൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 1 മുതൽ 50 ഇടയിലുള്ള പ്രൈം നമ്പർ നോക്കിയാൽ എന്താണ് പ്രൈം നമ്പർ? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ മൾട്ടിപ്പിൾ ആയിട്ട് അല്ലെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് ആ നമ്പർ കൊണ്ടോ അല്ലെങ്കിൽ 1 കൊണ്ടോ മാത്രമേ പറ്റാവൂ. ഫോർ എക്സാമ്പിൾ അതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 1ഉം ആ നമ്പറും മാത്രമായിരിക്കണം. 1ഉം ആ നമ്പറും മാത്രമാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഒരു പ്രൈം നമ്പർ എന്ന് വിളിക്കുന്നത്. സോ ഏറ്റവും ലോവസ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2. 2വിനെ 2 കൊണ്ടും 1 കൊണ്ടും മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് പ്രൈം നമ്പർ 3. അടുത്ത പ്രൈം നമ്പർ എന്ന് പറയുന്നത് 5. നെക്സ്റ്റ് ഈസ് 7. 2 അല്ലാതെ വേറൊരു ഈവൻ നമ്പറും വരില്ല, കാരണം ബാക്കി എല്ലാ ഈവൻ നമ്പറിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 7. ദ നെക്സ്റ്റ് പ്രൈം നമ്പർ എന്ന് പറയുന്നത് 9 വരില്ല, കാരണം 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, വേറെ മൾട്ടിപ്പിൾ വന്നു. ദെൻ ഇറ്റ് ഈസ് 11, 13, 15 വരില്ല, 17 വരും. ദെൻ വി ഹാവ് 19, 21 വരില്ല, 7 3 21, 23 വരും, 25 വരില്ല, 27 വരില്ല, കാരണം 9 2 3 27. ദെൻ 29, 31 വരും, 33 വരില്ല, 11 ഗുണം 3 33. നെക്സ്റ്റ് വൺ എത്ര വരും? 35 വരില്ല, കാരണം 5ന്റെ മൾട്ടിപ്പിൾ ആണ്. ദെൻ 37 പ്രൈം നമ്പർ ആണ്. 39 വരില്ല, കാരണം 13 into 3 എന്ന് പറയുന്നത് 39 ആണ്. ദെൻ നെക്സ്റ്റ് വി ഹാവ് 41. Then we have 43, correct, 43. Then 45 വരില്ല. What about 47? Yeah, 47 will come, correct. So ഇത്രയും പ്രൈം നമ്പറുകളാണ് ഉണ്ടാകും. സോ 2, 3, 5, 7, 11, 13, 17, 19, 23, 23. Then we have 29, 31, 37,
41, 43, 47. മൊത്തം എത്ര എണ്ണം ഉണ്ട്? 3, 3, 3, 6, 6, 3, 9, 9, 3, 12, 12, 3, 15. 15. മൊത്തം എത്ര പോസിബിലിറ്റി ഉണ്ട്? 50 പോസിബിലിറ്റി. അപ്പോ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ will be equal to 15 divided by 50. 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ എന്ത് വരും? 3 divided by 10 എന്ന് കിട്ടും. പ്രോബബിലിറ്റി ഓഫ് ഒബ്റ്റൈനിങ് എ മൾട്ടിപ്പിൾ ഓഫ് 5. മൾട്ടിപ്പിൾ ഓഫ് 5 1 to 50 ഏതൊക്കെയുള്ള? 5, 10, 15, 20, 25, 30, 35, 40, 45, 50. മൊത്തം 10 എണ്ണം. ഇപ്പൊ എന്ത് വരും? Probability of obtaining a multiple of 5. Probability of obtaining a multiple of 5 will be equal to 10 by 50. That is nothing but equal to 2 by 10. So, ഇതിനകത്ത് ഏതാ കൂടുതൽ? 3 by 10 is greater than 2 by 10. അപ്പോൾ ബെറ്റർ ഗസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? Probability of obtaining a prime number. Probability of obtaining എ പ്രൈം നമ്പർ. പ്രൈം നമ്പർ കിട്ടുക എന്നുള്ളതായിരിക്കും ബെറ്റർ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. പ്രൈം നമ്പർ കിട്ടുക എന്നുള്ളതായിരിക്കും ബെറ്റർ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. ഫൈൻ. സോ നമ്മൾ ഇന്ന് പ്രോബബിലിറ്റിയിലെ 2 പ്രോബ്ലംസ് കണ്ടു. എന്താണ് പ്രോബബിലിറ്റി എന്നുള്ള ഫണ്ടമെന്റൽ ഐഡിയ കണ്ടു. എങ്ങനെയാണ് ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്നും കണ്ടു. എക്സ്പ്ലനേഷൻ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും വേറൊരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ പറയുക. അതുപോലെ വേറെ ഏതെങ്കിലും ടോപ്പിക്കിന് എക്സ്പ്ലനേഷൻ കാണണമെങ്കിൽ നിങ്ങളത് പറയുക. ചാനലിൽ തന്നെ SLC കെമിസ്ട്രി, ഫിസിക്സ് ടോപ്പിക്കുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ടീച്ചേഴ്സിൻ്റെ അടുത്തും ഷെയർ ചെയ്യുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പെർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. Keep watching, keep learning. Thanks for watching. Bye.